ഇന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ ലൈഫിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡേയുടെ സെലിബ്രേഷനാണ് കേട്ടോ. അതെ, നമ്മുടെ നിഹാ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളിപ്പോൾ ഈ ഇറങ്ങുന്നത് ഫങ്ഷൻ അല്ല കേട്ടോ, ഒരു ഈവനിങ് പാർട്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സമയമുള്ളത് കൊണ്ടും വിഷ്ണുവിനിട്ടൊരു പണി കൊടുക്കാമല്ലോ എന്നും വിചാരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. സ്റ്റാഴ്സൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ കുറച്ച് ക്ലിക്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 6 മണിയൊക്കെ ആവാൻ നേരമായപ്പോഴത്തേക്കിനും നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഫ്രണ്ടിൽ തന്നെ ചിരിച്ചങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലീസൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്കിനൊക്കെ ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കോറും മറ്റും കാണാനായിട്ട് സത്യം പറയാലോ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. വർക്ക് ചെയ്തതൊക്കെ കാണാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ക്രിയേറ്റീവ് ഇവൻറ്റ് മാനേജ്മെൻറ്റിനാണ് കേട്ടോ. അവരെന്തായാലും അവരുടെ ഭാഗം ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ കുറച്ച് വെൽക്കം സ്പീച്ചിനൊക്കെ ശേഷം നമ്മൾ പരിപാടിയിലോട്ട് കടക്കാനുള്ള പ്ലാനിങ്സിലൊക്കെ ആയിരുന്നു കേട്ടോ. നിഹാ ബേബിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വൈശാഖ് ആൻഡ് ശ്രീതു വൈശാഖിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ചപ്ലോസ്കിയ ടീമിൻ്റെ ഒരു ഭയങ്കര കയ്യടി പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കലാപരിപാടികൾക്കൊക്കെ ശേഷം നമ്മൾ ഫാമിലീസിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ വന്ന് തോരൻ വന്നു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് സെർവ് ചെയ്യൽ ഒരു കലാപരിപാടിയാണല്ലോ, അതും അങ്ങോട്ട് കഴിഞ്ഞായിരുന്നു അക്കൂട്ടത്തിൽ. നെക്സ്റ്റ് പരിപാടി ഫുഡിങ് ടൈം ആയിരുന്നു കേട്ടോ. നമ്മുടെ കോഴിക്കോടിൽ നമുക്ക് 2 ടീംസാണ് ഉണ്ടായിരുന്നത്. അതിൽ മാക്സിമം എല്ലാവരും വന്നതുകൊണ്ട് തന്നെ പരിപാടി അങ്ങോട്ട് കളറായി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇത്ര ലോങ് എല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ കൺമണിക്കുട്ടി മൊട്ടക്കുട്ടിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ നന്നായി കഴിച്ചായിരുന്നു. ഫുഡിനെയൊക്കെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ 3 പേര് കൂടിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും വിഷ്ണു ഡീഗോയും കൂടെ. ഉണ്ണിയേട്ടൻ അപ്പുറത്ത് വന്നിരുന്നെങ്കിലും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ യാത്ര അയക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. ഒരു കാറിൽ മാക്സിമം ആളുകളെ കുത്തിക്കേറ്റിയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്, പാവം. അങ്ങനെ ലാസ്റ്റ് പിന്നെ നമ്മളെ ഫാമിലീസിൻ്റെ ഒക്കെ ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ അതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോഗ്രാംസൊക്കെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ലാസ്റ്റ് ടീമൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും CF ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ടാസ്ക് എന്ന് പറയുന്നത് കിറ്റ് ഗിഫ്റ്റുകളൊക്കെ ഫുള്ള് വീട്ടിലെത്തിക്കണമല്ലോ. അതിനും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഇവരെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബൈ.